girls, welcome back to Sala Learning. It's me, Sri Bhama SB. അപ്പൊ മക്കളെ നമ്മുടെ USS എന്ന് പറയുന്ന ഒരു ഡ്രീം അല്ലെ, നിങ്ങൾ എല്ലാവരും കാണുന്ന ഒരു ഡ്രീമാണ്. പക്ഷെ മൊത്തത്തിൽ പറഞ്ഞ് ഇപ്പൊ നിങ്ങൾ താറുമാറിയിട്ടിരിക്കാന്ന് മിസ്സിന് അറിയാം. കാരണം നമ്മുടെ പരീക്ഷയുടെ പാറ്റേണുകൾ മാറിയിട്ടുണ്ട്, ക്വസ്റ്റ്യൻസിന്റെ പാറ്റേണുകൾ മാറിയിട്ടുണ്ട്. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം ഒന്നും അറിയാത്ത അവസ്ഥയാണ് അല്ലെ. സോ ഡോണ്ട് വറി, നമ്മുടെ USS നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ ഡെലൂലു എഫക്റ്റ് ഒന്നും നമുക്ക് അവിടെ കൊണ്ടുണ്ട. നമ്മുടെ സർവ്വമായിൽ ഡെലൂലു കാണിക്കുന്ന പോലെ ഫുൾ ഓഫ് ഇല്യൂഷൻ ആണ് പോലെ. കാരണം USSന്റെ പേര് വരെ മാറി, CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നിവരെ ആയി, പേര് വരെ മാറി ഗൈസ്. അപ്പൊ നമുക്ക് എന്താണ് അതിന്റെ പുതിയ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിച്ചാൽ മാത്രം മതി. കോൺസെപ്റ്റ് എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പൊ എന്റെ മക്കൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ അടിപൊളിയായിട്ട് കോൺസെപ്റ്റ് ക്ലിയർ ചെയ്തിട്ട് പോവാം. അതിനുശേഷം പിന്നെ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കുക. അപ്പൊ ആദ്യം തറവാക്കേണ്ടത് നിങ്ങളുടെ കണ്ടന്റ് ആണ്, അത് അടിപൊളിയായിട്ട് പഠിക്കുക. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസുകളിലോട്ട് നോക്കുക. അപ്പൊ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലായി പാറ്റേണുകളിലുള്ള ചേഞ്ച് അല്ലെ. അപ്പൊ നമ്മുടെ സലിംകുമാർ പറഞ്ഞ പോലെ അവർക്ക് ചേഞ്ച് വേണം, അത്ര ഈ ചേഞ്ച് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് നിമിഷത്തിൽ കൊണ്ട് നമുക്കൊരു ചേഞ്ച് തന്നെ നമുക്ക് വല്ലാത്തൊരു പണിയായിപ്പോയി അല്ലെ. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മളെല്ലാം പഠിച്ച് സെറ്റായി റെഡി ആയിട്ടിരിക്കുമ്പോഴാണ് ഓൺ ദ സ്പോട്ട് പണി കിട്ടിയെന്ന് പറഞ്ഞ പോലെ. നിങ്ങളുടെ ബാച്ചിന്റെ ഒരു വലിയൊരു പ്രശ്നമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വന്നതിനെ നമ്മൾ ഫേസ് ചെയ്യാന്നുള്ളതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് നമുക്ക് സെറ്റ് ചെയ്യാനാണല്ലോ നമ്മളെല്ലാവരും ഉള്ളേ. സോ ഡോണ്ട് വറി, നമ്മൾ അടിപൊളിയാക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെ ബേസിക് സയൻസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ജൈവ കൃഷി ഇഷ്ടപ്പെടുന്ന ഒരു കർഷകൻ തന്റെ കൃഷിയിടത്തിൽ എന്ത് തരം വളപ്രയോഗമാണ് നടത്തേണ്ടത്? വിച്ച് ടൈപ്പ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ഡസ് ആൻ ഓർഗാനിക് ഫാമർ യൂസ് ഓൺ ഹിസ് ഫാം? കമ്പോസ്റ്റ് വളമാണോ, വെർമി കമ്പോസ്റ്റ് ആണോ, യൂറിയ ആണോ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണോ? ഏതാണ് മക്കൾ ഈ ജൈവ കൃഷി രീതി ഇഷ്ടപ്പെടുന്ന ഓർഗാനിക് ആയിട്ടുള്ള ഫാമർ ചെയ്യേണ്ടത്? എയും ബിയും ആണോ, എയും സി ആണോ, ബിയും സി ആണോ, സി ആണോ? ഇങ്ങനെയാ മോസ്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കാട്ടോ. ഒരു സ്റ്റേറ്റ്മെന്റ് എന്തെങ്കിലും തന്നിട്ട് ഓപ്ഷൻസുകൾ കുറേ തരും. അപ്പൊ അതിൽ ഏതെന്നുള്ള കൺഫ്യൂഷൻ വരരുത്. ജസ്റ്റ് വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന് സാധനം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യന്റെ ഈ ഒരു സാധനം നോക്കാണ്ട് തന്നെ ആൻസർ ചെയ്യാം. എന്നിട്ട് ഇപ്പൊ ഇത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ജൈവ കൃഷി രീതി, മണ്ണിര കമ്പോസ്റ്റ് ഓക്കെ, കമ്പോസ്റ്റ് വളം ഓക്കെ, രാസവളം ഫാക്ട് കമ്പോസ്റ്റ് ഞാൻ ഒഴിവാക്കി. അപ്പൊ എയും ബിയും ഉള്ള ഒന്നാമത്തെ ഓപ്ഷൻ അല്ലടാ ശരിയായിട്ടല്ലേ. അപ്പൊ അങ്ങനെ ചെയ്താൽ മതി. അല്ലാണ്ട് ഇത് വായിച്ചു കഴിഞ്ഞാൽ എയും ബിയും എയും സിയും അയ്യോ ഏതാന്നുള്ള കൺഫ്യൂഷൻസ് വരും. അപ്പൊ ആദ്യം ക്വസ്റ്റ്യൻ നോക്കി ഏകദേശം ഉത്തരം കിട്ടുമ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഓക്കെ അല്ലേ, റെഡി അല്ലേ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സ്റ്റേജസ് ഓഫ് കമ്പോസിഷൻ പറയുമ്പോൾ പതിയെ നടക്കുന്ന പ്രോസസ് ആണല്ലേ. നമ്മൾ ഈ പറഞ്ഞ പോലെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇട്ട് അത് പതുക്കെ സെറ്റായിട്ട് വളമായിട്ട് വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സെറ്റ് അല്ലേ, റെഡി അല്ലേ? അങ്ങനെയാണെങ്കിൽ അടുത്തത് നോക്കാം. വേർമി കമ്പോസ്റ്റ് ആണ് അടുത്തത് വരുന്നത്, അല്ലെങ്കിൽ മണ്ണിര കമ്പോസ്റ്റ് എന്ന് നമ്മൾ പറയും. അപ്പൊ മണ്ണിര കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താടാ, മണ്ണിരകളെ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന വളമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഇതൊരു മാലിന്യ നിർമ്മാർജ്ജന രീതി കൂടിയാണ്. എന്ന് വെച്ചാൽ മണ്ണിര എന്ന് പറയുമ്പോഴേ പണ്ട് കാലത്തൊക്കെ നമ്മൾ ഫാമേഴ്സിന്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്ന ആളായിരുന്നു ഏർത്തവും അല്ലെങ്കിൽ മണ്ണിര എന്നൊക്കെ പറയുന്നത്. അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് മണ്ണിൽ ഓക്സിജൻ സപ്ലൈ ഒക്കെ കൊടുക്കുമായിരുന്നു. ഓക്സിജൻ സപ്ലൈ ഒക്കെ കൊടുക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വിളവും കാര്യങ്ങളൊക്കെ വരുമായിരുന്നു. പണ്ട് ഒരു മണ്ണെടുത്ത് കുഴിച്ചു നോക്കിയാൽ ഇഷ്ടം പോലെ മണ്ണിര ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. അതെന്തുകൊണ്ടാ, പ്ലാസ്റ്റിക് പാത്രം, വലിയ ചട്ടി, സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ടാങ്കർ പോലെയുള്ള സാധനങ്ങളിലൊക്കെ ഈ മണ്ണിര ഇട്ടിട്ട് മണ്ണിരേനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് വളം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ മണ്ണിര ജൈവാംശങ്ങൾ സ്വീകരിക്കുകയും വിസർജ്യമായിട്ട് വളമായിട്ട് മാറുകയും ചെയ്യുന്നു. അങ്ങനെ നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കാനുള്ള വകുപ്പുണ്ട്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇടുന്ന വേസ്റ്റിനല്ല, എന്ന് വെച്ചാൽ നമ്മുടെ ഫുഡ് ഐറ്റംസില് നമ്മുടെ വെജിറ്റബിൾസിലൊക്കെ ഉണ്ടാവുന്ന വേസ്റ്റിനെ വളമാക്കിയിട്ട് ഉപയോഗിക്കാനുള്ള വകുപ്പുണ്ട് മണ്ണിരയുടെ സഹായത്തോട് കൂടിയിട്ട്. അതാണ് വേർമി കമ്പോസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. സോ വേർമി കമ്പോസ്റ്റ് ഇസ് എ ഫെർട്ടിലൈസേഴ്സ് പ്രൊഡ്യൂസ് യൂസിങ് എർത്ത് വർംസ്. ദിസ് ഇസ് ഓൾസോ ദ മെത്തേഡ് ഓഫ് വേസ്റ്റ് മാനേജ്മെന്റ്. ഇതൊരു നല്ലൊരു വേസ്റ്റ് മാനേജ്മെന്റ് ആണ്. പ്ലാസ്റ്റിക് കണ്ടെയ്നർ, ലാർജ് പോട്ട്സ്, സിമെന്റ് ടാങ്ക്സ് ആർ യൂസ്ഡ് ടു ദ വേർമി കമ്പോസ്റ്റിംഗ്. എർത്ത് വർംസ് ടേക്സ് ദ ഓർഗാനിക് മാറ്റർ ആൻഡ് ദർ എക്സ്ക്രീറ്റ ലൈക്ക് മാനുവർ അല്ലെ. അപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ എക്സ്ട്രീറ്റ് ചെയ്തിട്ടുള്ള സാധനം മാനുവർ ആയിട്ട് അത് എന്ത് ചെയ്യണം, വളമായിട്ട് അത് മാറ്റിയിട്ട് ആ സാധനം നമുക്ക് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. അപ്പൊ ഓർഗാനിക് മാറ്റർ നമ്മൾ കൊണ്ട് ഇടുന്നു, അത് നമ്മുടെ മണ്ണിൽ എന്താക്കി തരുന്നു, മാനുവർ ആക്കി തിരിച്ചു തരുന്നു. അടിപൊളിയല്ലേ? നമ്മൾ ഇടുന്നു, തിരിച്ചു തരുന്നു നല്ല സാധനമായിട്ട്. അത് ഡബിൾ ഡബാക്കാന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഉപയോഗിക്കാനുള്ള വകുപ്പ് അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതൊരു ഓർഗാനിക് ആയിട്ടുള്ള എന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ജൈവ കൃഷി രീതി ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് പറ്റിയിട്ടുള്ള പരിപാടി. അടുത്ത ശരിയായ ജോഡി തിരഞ്ഞെടുക്കാൻ: ലെമൺ സിട്രിക് ആസിഡ്, വിനീഗർ ഓക്സാലിക് ആസിഡ്, ടൊമാറ്റോ അസിറ്റിക് ആസിഡ്, മോര് ലാക്റ്റിക് ആസിഡ്. ഏത് ഓപ്ഷനാണ് മക്കളെ ഇതിനകത്ത് ശരിയുള്ളത്? നമുക്ക് ശരി മാത്രം നോക്കിയാൽ മതി. ലെമൺ സിട്രിക് ആസിഡ് ഓക്കെ, വിനീഗർ ഓക്സാലിക് ആസിഡ് തെറ്റ്, ടൊമാറ്റോ അസിറ്റിക് ആസിഡ് തെറ്റ്, കേർഡ് ലാക്റ്റിക് ആസിഡ്. അപ്പൊ 1, 4 ഓപ്ഷൻ വരുന്ന മൂന്നാമത്തെ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ. അങ്ങനെയാണ് നമ്മൾ ആൻസേഴ്സ് നോക്കേണ്ടത്. ഇത് പഠിക്കാൻ സിമ്പിൾ ട്രിക്ക് വെച്ച് പറഞ്ഞുതരാം. ലെമണിൽ അടങ്ങിയിട്ടുള്ളത് എന്ത് ആസിഡാ ചോദിച്ചാ,
ആസിഡ് ആണെന്ന് അറിയാലോ. കാര്യം എന്താ വെച്ചാൽ ലെമൺ കഴിച്ചുള്ള എക്സ്പ്രഷൻ എന്താ? പുളിച്ചിട്ട് പോയി. ഓ മൈ ഗോഡ്. പുളി എന്ന് പറയുമ്പോൾ സോർ ടേസ്റ്റ് പറയുമ്പോൾ തന്നെ ആലോചിക്കുക ആസിഡ് അതിനകത്ത് ഉള്ളതുകൊണ്ടാണ്. ഏത് ആസിഡാണ് ഉള്ളത്? ലെമണിനകത്തുള്ളത് സിട്രിക് ആസിഡാണ്. എന്താണ്? ലെമണിനകത്ത് സിട്രിക് ആസിഡാണ്. അപ്പൊ ലെമി എന്ത് ചെയ്തു? സിട്രിക് ആസിഡ് എടുത്ത് കുടിച്ചു. ലെമിസി എന്ന് പഠിച്ചേക്കാം. അപ്പൊ ലെസി എന്ന് വേണേലും പഠിച്ചേക്കാം. സിമ്പിൾ ആയിട്ട് ലെസി പഠിച്ചു വെച്ചാൽ അതാ കുറച്ചുകൂടെ നല്ലത് അല്ലേ. ലെമൺ സിട്രിക് ആസിഡ്, ലെസി LECI, ലസ്സി, ലെമൺ സിട്രിക് ആസിഡ്. കിട്ടിയില്ലേ? ഇനി വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്. വിനാഗിരി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ സുർക്ക എന്നൊക്കെ പറയും. എന്ന് വെച്ചാൽ ഈ അച്ചാറിനകത്ത് കൊഴിക്കുന്ന സാധനമാണ് സുർക്ക. അതിനകത്തുള്ളത് അസറ്റിക് ആസിഡാണ്. അത് പഠിക്കാൻ സിമ്പിളാ. വാ പഠിച്ചു വെച്ചോ. വിനാഗിരിയില് അസറ്റിക്ക ഇപ്പോ തന്നെ പഠിച്ചു വെച്ചോളൂ. വാ എന്ന് പഠിച്ചു വെച്ചാൽ മതി. അരെ വാ എന്നൊക്കെ പറഞ്ഞാല് വാ. അപ്പൊ V ഫോർ വിനീഗർ, A ഫോർ അസറ്റിക് ആസിഡ്. അപ്പൊ വിനീഗർ അസറ്റിക് ആസിഡ്. സെറ്റായിട്ട് കിട്ടിയില്ലടാ. പിന്നെ നോക്കുക, കേർഡ് മോരിനകത്തൊക്കെ അടങ്ങിയിട്ടുള്ളത് ലാക്റ്റിക് ആസിഡ് ആണ്. പിന്നെ ടാമറിൻഡ് ടാറ്റാറിക് ആസിഡ്. അത് പഠിക്കാനും സിമ്പിളാ. ടാമറിൻഡ് ടാറ്റാറിക് ആസിഡ്. സിമ്പിൾ. ടാറ്റ. നമ്മളൊരു ടാറ്റ തരാന്ന് ആലോചിച്ചാ. എനിക്കൊരു ടാറ്റ തന്നിട്ട് ഇപ്പൊ പോവരുത്. ടാറ്റ തരാണെങ്കിൽ എന്താ? TFO ടാമറിൻ, അനദർ TFO ടാറ്റാറിക് ആസിഡ്. അപ്പൊ ഇങ്ങനെ ഓരോരോ ഫുഡ് ഐറ്റംസിലുള്ള ആസിഡ് പഠിച്ചു വെക്കുക. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. മോരിൽ ലാക്റ്റിക് ആസിഡ് ആണ്, വിനാഗിരിൽ അസിറ്റിക് ആസിഡ്, വാ. പുളിയിൽ ടാറ്റാറിക് ആസിഡ്, ടാറ്റ. നാരങ്ങ സിട്രിക് ആസിഡ്, ലസ്സി. പിന്നെ നമ്മൾ പറഞ്ഞത് ഇത് വേണമെങ്കിൽ നമുക്ക് ബുലാന്നും പഠിച്ചു വെക്കാം കേട്ടോ. ബുല്ല. ബട്ടർ മിൽക്കിലാണെങ്കിൽ ലാക്റ്റിക്, വിനീഗറിലാണെങ്കിൽ അസറ്റിക്, ടാമറിൻഡ് ആണെങ്കിലോ ടാറ്റാ. അങ്ങനെയൊക്കെ പഠിച്ചു വെക്കുക. കാരണം എന്ത് സിമ്പിൾ ആയിട്ട് ഒരു പാട്ട് വെച്ചിട്ട് ഇത് പഠിക്കാൻ പറ്റുന്നേ. അത്രയും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റിയ കാര്യമാണ്. തെറ്റിക്കാതെ ആൻസർ ചെയ്യുക. ആപ്പിളിനകത്ത് മാലിക് ആസിഡ്. അപ്പൊ മാലിക് ആപ്പിൾ കടിച്ചുകൊണ്ട് നടന്നു പോന്നു. ആപ്പിൾ തിന്നുന്ന മാലിക്. അങ്ങനെ ആലോചിക്കാം. സെറ്റ്. റെഡി. അടുത്ത് നോക്കാം. താഴെ തന്നെ ശരിയായ ജോഡി ഏതാ? ചൂസ് ദ കറക്റ്റ് പേര് ചോദിച്ചിട്ടുണ്ട്. കോമ്പല്ല് കടിച്ചു കീറാൻ, ഉളിപ്പല്ല കടിച്ചു മുറിക്കാൻ, ചർവണകം ചവച്ചരയ്ക്കാൻ. ഏത് ഓപ്ഷൻ കറക്റ്റ്? കനൈൻ ഹെൽപ് ടു ടിയർ ഓഫ് ഫുഡ്, ഇൻസിസർ ഹെൽപ് ടു ബൈറ്റ് ആൻഡ് കട്ട്, മോളർ ഹെൽപ് ടു ഗ്രൈൻഡ് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ ഏതാ മക്കളെ വരാം? എല്ലാം ശരിയാലേ. ഈ പറഞ്ഞ 3 സാധനം ശരിയായതുകൊണ്ട് D എന്നുള്ള ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഇതൊക്കെ എന്താണ് സാധനം. നമ്മുടെ പല്ല് നല്ല കുട്ടപ്പനായിട്ട്. നിങ്ങൾ എല്ലാവരും ചിരിക്കും, എന്ത് രസമാണ് അല്ലേ. ചിലരുടെയൊക്കെ ചിരി എന്ത് ക്യൂട്ടാണെന്ന് പറയും. എന്റെ ചിരി ക്യൂട്ടാണെന്ന് എനിക്കറിയില്ല. എന്റെ ചിരി എനിക്ക് പൊതുവേ ഇഷ്ടമല്ല. ഞാനങ്ങനെ പല്ല് കടിച്ചധികം ചിരിക്കാറില്ല. ഫോട്ടോസിലൊക്കെ ഇതാണ് എന്റെ ചിരി. ഇതാണ് എന്റെ പ്രൈമറി ആയിട്ടുള്ളൊരു ചിരി പറയുന്നത്. എനിവേ നമ്മൾ പറഞ്ഞു തന്ന കാര്യം എന്താ? പല്ല് ഏതൊക്കെ രീതിയിലുണ്ടടാ? നമ്മുടെ ഫ്രണ്ടിലത്തെ പല്ല് എന്ന് പറയുന്നത് ഉളിപ്പല്ല് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് ഈ സൈഡിലോട്ട് ഇവിടെ കഴിഞ്ഞ് ഇവിടെ വരുമ്പോൾ എന്റെ പല്ലുണ്ട്. എന്റെ ഭയങ്കര സ്പെഷ്യാലിറ്റി എന്റെ യക്ഷിപ്പല്ല് എന്നൊക്കെ പറയും. ഇവിടെ കോമ്പല്ല് എന്ന് പറഞ്ഞ കെറൈൻ ടീത്ത് എന്റെ കുറച്ച് നീളം കൂടുതലായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പൊതുവെ ചിരിക്കാത്തത്. ഏതുണ്ടെങ്കിലും അങ്ങനെയുള്ളൂ, അല്ലാതെ ഈ പരിപാടിക്കില്ല. അപ്പോൾ കെനാൻ എന്ന് പറഞ്ഞ കോമ്പല്ല് ഈ ഭാഗത്ത്. പിന്നെ പ്രീമോളാർ അഗ്ര ചർവണകം ഈ ഭാഗത്ത്. ഏറ്റവും അറ്റത്തായിട്ട് ഈ മോണയുടെ സൈഡിലുള്ളതാണ് മോളാർ ചർവണകം എന്ന് പറയുന്നത്. അതിന് ഓരോന്നിനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. ഇൻസിസർ എന്ന് പറയുമ്പോൾ 8 ടീത്ത്. ഇവിടെ 4 കൂട്ടിയിട്ട് 8 എണ്ണമാണ് ഉള്ളത്. ഹെൽപ് ടു ബൈറ്റ് ആൻഡ് കട്ട് അല്ലേ. എന്ന് വെച്ചാൽ കടിച്ചു മുറിക്കാം. ഇപ്പൊ ഒരു ചിക്കന്റെ പീസ് കിട്ടിയ കടിക്കുന്ന ഈ ഒരു പോർഷൻ അല്ലേ. അപ്പൊ ഇവിടെ ആലോചിക്കാം. പിന്നെന്താണ്? കെന എന്ന് പറയുമ്പോൾ ഹെൽപ് ടു ടിയർ ഓഫ് ഫുഡ്, കടിച്ചു കീറാന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ. ആഹാരത്ത് കടിച്ചു കീറാ. ഒരു ചിക്കന്റെ ലെഗ് കിട്ടിയ ഈ ഭാഗം പിടിച്ചിട്ട് ഒരു കടിച്ചുകൂടെ കീറുന്നൊരു പരിപാടിയില്ലേ. അപ്പൊ അത് ആലോചിച്ചാൽ മതി. റെഡി. പിന്നെ അഗ്രചർവണകം ചവച്ചരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചർവണകവും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഹെൽപ് ടു ച്യൂ ആൻഡ് ഗ്രൈൻഡ്, ഹെൽപ് ടു ഗ്രൈൻഡ് ആൻഡ് ക്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രീമോളാറും മോളാറും ഉള്ളത്. ഈ ഭാഗമാണ് പൊതുവേ നമ്മൾ ഏത് സാധനം കിട്ടിയാലും ചവച്ചരയ്ക്കുക. ഈ ഭാഗം എടുത്തിട്ട് ഇങ്ങനെയല്ലേ ചവച്ചരയ്ക്കുക. അപ്പൊ അത് ആലോചിച്ചാൽ മതി. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ സാധനങ്ങൾ ഈസി ആയിട്ട് ആൻസർ ചെയ്യാം. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടി ഇതിനകത്ത് പ്രത്യേകം പഠിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെർബിവോറസും കാർണിവോറസും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. മാംസാഹാരികളും സസ്യാഹാരികളും ഇവന്മാരുടെയിലുള്ള പല്ല് ഏതാണെന്നും കൂടെ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടായതുകൊണ്ട് അതുകൊണ്ട് മിസ് ഒന്ന് പറഞ്ഞുതരാം. നമ്മുടെ സസ്യാഹാരികളും മാംസാഹാരികളുടെ കേസ് പറയുമ്പോൾ അവരുടെ കേസിൽ ഒരു എന്താ പറയാ സിംഹാണെന്ന് ആലോചിച്ചോ. നമ്മളെപ്പോലെ ചിക്കൻ കടിച്ചു കീറി ഇവിടെ ചവച്ചരച്ചിട്ടൊക്കെയാ കഴിക്കുക. ഒന്നുമല്ല, കടിച്ച് മുറിച്ച് അങ്ങനെ കഴിക്കുക ചെയ്യാം അല്ലേ. സോ ദാറ്റ് മീൻസ് കനൈൻ ടീത്തുകൾ അല്ലെങ്കിൽ കോമ്പല്ലുകളാണ് ആർക്കുള്ളത്? നമ്മുടെ സിംഹത്തിന്, പുലിക്ക്, ടൈഗറിന്, ഇതിനൊക്കെ ഉള്ളത്. കാരണം എന്താ വെച്ചാൽ അവർക്കൊന്നും അങ്ങനെ ക്ഷമയില്ലടാ. നമ്മളെ പോലെ ക്ഷമയില്ല. കടിച്ച് കീറ് തന്നെ. ടിയർ ഓഫ് ഫുഡ് ആയതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റും. എന്നാൽ അതേ സമയത്ത് ഹെർബിവോറസിന്റെ കേസ് ആണെങ്കിലോ സസ്യഹാരി ആണെങ്കിലോ ഇപ്പൊ നമ്മള് പശു അയവറുക്കാന്നൊക്കെ പറയില്ലേ, ഇങ്ങനെയാ
ഇങ്ങനെയല്ലേ ചെയ്യുക. അപ്പൊ ചവച്ചരക്കി കഴിക്കുന്ന രീതിയിലുള്ള പല്ലുകളാണ് ഹെർബിവോറസിലുള്ളത്. അതും കൂടെ ഇതിന്റെ ഒപ്പം എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. സെറ്റ് അല്ലേ? അപ്പൊ വളരെ കുറെ സമയം കൊണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. ഇതൊക്കെ ഒരു തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ചെയ്ത് പഠിക്കണം. അപ്പൊ അതിന് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ള ബാച്ച് നിങ്ങൾ അറിയുന്നുണ്ടായിരിക്കും. നമ്മുടെ ധ്രുവ ബാച്ച് ഉണ്ട് കേട്ടോ. നമ്മുടെ സൈലത്തിന്റെ ആപ്പിനകത്ത് ഫ്രീ ആയിട്ടുള്ള USS ബാച്ച് ആണ് ധ്രുവ ബാച്ച്. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മളിവിടെ കൊടുക്കുന്നുണ്ട്, നമ്മുടെ യൂട്യൂബിനകത്തുണ്ട്. അപ്പൊ അത് നോക്കിയിട്ട് ബാച്ചിലോട്ട് ജോയിൻ ചെയ്യുക. അതേപോലെ മിടുക്കറായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവഞ്ചേഴ്സ് ബാച്ചും ഉണ്ട്. അപ്പൊ നമ്മുടെ ബാച്ചിനകത്തും ജോയിൻ ചെയ്യാം. അവഞ്ചേഴ്സ് ബാച്ചിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് പബ്ലിക് എക്സാമിനുള്ള കാര്യങ്ങൾ കണ്ടന്റ് അടിപൊളിയായിട്ട് പഠിക്കാം. അത് പഠിച്ചാൽ USS ഇവിടെ സെറ്റ് ആണ്. എല്ലാത്തിനും ഒരേ സോഴ്സേ ഉള്ളൂ, പഠിക്കാം. അപ്പൊ അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചുകളിലോട്ടും ജോയിൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ. സോ സെറ്റ് ആക്കാൻ റെഡി ആക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടെ മിസ് അവിടെ തരാം. നമ്മുടെ ടോട്ടൽ ടീത്ത് അല്ലെങ്കിൽ നമ്മുടെ മനുഷ്യന്മാരുടെ പല്ലുകളുടെ എണ്ണം, മനുഷ്യന്റെ സ്ഥിരമായിട്ടുള്ള ദന്തം അല്ലെങ്കിൽ പെർമനന്റ് ടീത്ത് എത്രയാണ്? പെർമനന്റ് ടീത്ത് എത്രയാണ് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പൊ അത് മറക്കാണ്ട് കമന്റ് ചെയ്യാം. നിങ്ങൾക്ക് അതിനൊരു ക്വസ്റ്റ്യൻ ആയിട്ട് കരുതിയാൽ മതി. സ്ഥിരദന്തങ്ങളുടെ എണ്ണം, പെർമനന്റ് ടീത്തുകളുടെ എണ്ണം. അപ്പൊ സെറ്റ് അല്ലേ, റെഡി അല്ലേ? അപ്പൊ ആൻസർ താഴെ കമന്റ് ചെയ്തോ, മിസ് വന്ന് നോക്കാം. അപ്പൊ താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ ബൈ. സീ യു ഡേയ്സ്. ബൈ ബൈ.